അബ്രഹത്തിന്റെ ആനപ്പട മക്കയിൽ നമ്മുടെ ചരിത്രപരമ്പരയിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. കഅബയെ തകർക്കാൻ ആനപ്പടയുമായി മക്കയിലേക്ക് തിരിച്ച അബ്രഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ആനപ്പടയുമായി മക്കയിലേക്ക് കുതിച്ചെത്തിയ അബ്രഹത്തിന് വിശുദ്ധ കഅബയെ തകർക്കാൻ കഴിഞ്ഞുവോ, അതോ അല്ലാഹുവിന്റെ ഭവനത്തെ അവൻ സംരക്ഷിച്ചുവോ? ആ അത്ഭുതകരമായ കഥ നമുക്ക് കാണാം. അബ്രഹത്തിന്റെ കൂറ്റൻ സൈന്യം മക്കയുടെ അടുത്തേക്കെത്തിയപ്പോൾ മക്കയുടെ നേതാവും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനുമായ അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെയുള്ളവർ അവരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ അബ്രഹത്തിന്റെ സൈന്യത്തിന്റെ വലുപ്പം കണ്ടപ്പോൾ മക്കക്കാർക്ക് ഭയമായി. അവർ തങ്ങളുടെ കുടുംബങ്ങളെയും കന്നുകാലികളെയും മലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അബ്രഹത്തിന്റെ സൈന്യം അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം ഒട്ടകങ്ങളെ പിടിച്ചെടുത്തു. ഇത് കേട്ട അബ്ദുൽ മുത്തലിബ് നേരിട്ട് അബ്രഹത്തിനെ കാണാൻ ചെന്നു. അബ്രഹത്ത് ചോദിച്ചു, കഅബയെക്കുറിച്ചാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അബ്ദുൽ മുത്തലിബ് ശാന്തനായി മറുപടി നൽകി, എനിക്കെന്റെ ഒട്ടകങ്ങളെ തിരികെ വേണം. ഒട്ടകങ്ങൾ എന്റേതാണ്. കഅബയോ, അത് അല്ലാഹുവിന്റെ ഭവനമാണ്. അതിനൊരു രക്ഷിതാവുണ്ട്. അവനത് സംരക്ഷിച്ചുകൊള്ളും. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അവൻ വെറുതെ വിടില്ല. അബ്ദുൽ മുത്തലിബിന്റെ ഈ വാക്കുകൾ കേട്ട് അബ്രഹത്ത് അത്ഭുതപ്പെട്ടെങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. ഒട്ടകങ്ങളെ തിരികെ നൽകിയ ശേഷം അബ്ദുൽ മുത്തലിബ് മക്കക്കാരോടൊപ്പം കഅബയുടെ ചുറ്റും നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. സൈന്യം കഅബ ലക്ഷ്യമാക്കി നീങ്ങവേ എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്! ആനകൾ കഅബയെ തകർക്കാൻ തയ്യാറായോ? ഈ കഥയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചരിത്രപരമായ എപ്പിസോഡുകൾ കാണാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.